പെരുവള്ളൂർ പഞ്ചായത്തിലെ ഹരിത കർമ്മസേന ഓരോ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ, കുപ്പിച്ചില്ലുകളാണ് ഇപ്പോൾ ഈ പുറത്ത് കാണുന്നത്. ഇതാ രാവിലെ ഓരോ വാർഡുകളും കളക്ട് ചെയ്ത് വെച്ച കവറുകൾ അവർ വണ്ടിയിൽ MCF കൊണ്ടുവന്ന് ലോഡ് ഇറക്കുന്ന ഒരു രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമായി എല്ലാവരെയും ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. നമ്മളിവിടെ MCF ഇപ്പോൾ നിലവിൽ. അപ്പോൾ നമുക്ക് അവരോട് തന്നെ, നമ്മുടെ ചേച്ചിമാരോട് തന്നെ നമുക്ക് ഹരിത കർമ്മസേനയിൽപ്പെട്ട അവരോട് തന്നെ നമുക്ക് നേരിട്ട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഒരുപാട് പ്രയാസങ്ങളുണ്ടല്ലോ ഓരോ വീട്ടിൽ പോയിട്ട് സാധനം കളക്ട് ചെയ്യുമ്പോഴും. നമ്മളിപ്പോൾ ഒരു പല ഭാഗത്തും പല വാർഡിലൊക്കെ പോയാൽ നമ്മൾ റോഡ് സൈഡിൽ ഇങ്ങനെ ഒരുപാട് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തർ പറയുന്നത് എടുത്ത് കൊണ്ടാകത്ത് വീട്ടിൽ നിന്ന് നല്ല വീട്ടിൽ തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല എന്നൊക്കെ ചോദിക്കുന്നത്. അതൊക്കെ എന്താണ് അവസ്ഥ കൊണ്ടാണ് ഞങ്ങൾ ഹരിതകർമ്മസേന എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ വീടാന്തരം കയറി ഞങ്ങൾ 50 രൂപ യൂസർ ഫീ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ ഈ ചാക്ക് വീടുകളിൽ നിന്ന് ശേഖരിച്ച് റോഡ് സൈഡുകളിൽ ഞങ്ങൾ കൊണ്ടുവച്ച് 50 രൂപ യൂസർ ഫീ വീടുകളിൽ നിന്നിട്ടാണ് ഞങ്ങളെ ഈ ലോഡിങ് കയറ്റി പോകുന്ന തുകയും അതുപോലെ തന്നെ ഞങ്ങൾ ശമ്പളവും തരുന്നത്. അപ്പോൾ വീടാന്തരം ഞങ്ങൾ സന്ദർശിക്കുമ്പോൾ പറയും ഇല്ലാന്ന്. എന്നാൽ ഞങ്ങൾ കൊണ്ടുവയ്ക്കുകയാണ് റോഡ് സൈഡുകളിൽ. ആ സൈഡുകളിൽ വെക്കുന്ന സാധനത്തിന് ഞങ്ങൾ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് മാർക്കർ അതുപോലെ തന്നെ ഇത് കെട്ടാനുള്ള കയറൊക്കെ തന്നിട്ടാണ് ഞങ്ങൾ ഒരു അടയാളം വെച്ചിട്ടാണ് ഞങ്ങൾ സാധനങ്ങൾ റോഡ് സൈഡിൽ വെക്കുന്നത്. അപ്പോൾ ആ സാധനത്തിൽ വീടുകളിൽ നിന്ന് യൂസർ ഫീ തരരുത് എന്നുള്ള രീതിക്ക് ആളുകൾ ചാക്ക് കൊണ്ടുവെക്കുന്ന ഒരു പ്രവണതയാണ് കൂടുതൽ. അപ്പം അങ്ങനെ പോയാൽ ഞങ്ങൾ ഈ വർക്കിന് ഭയങ്കര ആപത്താണ് വരുന്നത്. ഞങ്ങൾക്ക് ഈ ശമ്പളം തികയുന്നില്ല, വണ്ടിക്കും തന്നെ കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് ഇത് പോകുന്നത്. പിന്നെ ഞങ്ങൾ ഏറ്റവും നല്ലതായിട്ട് വൃത്തിഹീനമായ സാധനങ്ങളാണ് ഞങ്ങൾ അറിയാതെ കൊണ്ടിടുന്നത് അതിൽ. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസമാണ് അനുഭവിക്കുന്നത്. ആളുകൾ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് അനുവദിക്കുന്ന വണ്ടി ഓരോ ദിവസങ്ങളിലാണ് വിട്ടുതരുന്നത്. അപ്പോൾ 2 ലോഡ് ഞങ്ങൾ കൊണ്ടുവരാൻ ഓർഡർ ചെയ്താൽ അതിൽ 2.5 ലോഡായിട്ടാണ് സാധനങ്ങൾ എത്തിപ്പെടുന്നത്. അതും വേസ്റ്റ് ഐറ്റങ്ങളാണ് വരുന്നത്. ഭയങ്കര പ്രയാസമാണ് കൊണ്ടുവയ്ക്കാണ്. അപ്പോൾ ആളുകൾ അങ്ങനെ ചെയ്യാതിരുന്നാൽ അവർക്കും ബുദ്ധിമുട്ട് ഇല്ലാതാവും, ഞങ്ങൾക്കും ആ ബുദ്ധിമുട്ട് ഇല്ലാതാവും. കാരണം ആ ബുദ്ധിമുട്ട് അവർ വരുത്താണ്. അവർക്ക് ഈ 50 രൂപ യൂസർ ഫീ തരാൻ കഴിയാത്ത അവസ്ഥയിലാണ് അവർ പറയുന്നത്. മാസത്തിലൊരു 50 രൂപ. ഞങ്ങൾ പ്ലാസ്റ്റിക് ചാക്കാക്കി നല്ല വൃത്തി കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കുപ്പിച്ചില്ല് കൊണ്ടുവയ്ക്കും. അതേപോലെ പാമ്പേഴ്സിൻ്റെ കെട്ട് കൊണ്ടുവയ്ക്കുന്നുണ്ട്. അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളാണ് ഇപ്പം ഞങ്ങളിതുകൊണ്ട് അനുഭവിക്കുന്നത്. അപ്പോൾ അവർ നന്നായാൽ എല്ലാവർക്കും നല്ലത്, ജനങ്ങൾക്കും നല്ലൊരു ഉപകാരമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഇല്ല എന്ന് പറയുകയാണ്. അപ്പോൾ അതില്ലാതാക്കണം എന്നാണ് ഞങ്ങളെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോൾ നാട് നന്നാവുകയാണ്. നമ്മളെ ഈ ഹരിതകർമ്മസേന രംഗത്ത് വന്നതിന് ശേഷം നമ്മുടെ നാടും വീടും എല്ലാം നല്ലൊരു രീതിക്കാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതില്ലാതാക്കുന്ന ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. ഞങ്ങൾ സാധനം കൊണ്ടുവച്ച് റോഡ് സൈഡ് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ വേറെ എക്സ്ട്രാ ആളുകൾ കൊണ്ടുവന്ന് വെക്കാം. എല്ലാ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം അതിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്ന എല്ലാ സാധനവും വൃത്തിയില്ലാത്തത് വരെ കിട്ടിയിട്ട് ഞങ്ങൾ കൊണ്ടുവച്ച ചാക്കിൻ്റെ സൈഡിൽ വീട്ടിലൊക്കെ ചെന്ന് നോക്കുന്ന സമയത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വൃത്തിയാക്കി വെക്കണം എന്നൊക്കെ. പിന്നെ ഈ കൂടുതൽ ആളുകൾക്കുള്ള ആശങ്ക റോഡിൽ കൊണ്ടുപോയി വെക്കുന്നത് എടുത്തു പോകാനുള്ള നേരം വീട്ട് എന്താണെന്നുള്ളത്. അത് വണ്ടി ഇപ്പം ഇങ്ങനെ ഓരോ വാർഡിക്ക് ആദ്യം ലോഡായവർ ഓർഡർ ചെയ്യും. മുന്നിൽ ആരാണോ ഓർഡർ ചെയ്തത് അവർക്കാണ് വണ്ടി വിട്ടുകൊടുക്കുക. അപ്പോൾ ചില ദിവസം ഞങ്ങൾക്ക് 2 ലോഡ് വേണമെന്ന് പറഞ്ഞിട്ടാവും ഞങ്ങൾ വണ്ടി ഓർഡർ ചെയ്യുക. പക്ഷേ റോഡ് സൈഡിൽ ലോഡ് എടുക്കാൻ ചെല്ലുമ്പോൾ 3 ലോഡ് കൂടുതലുണ്ടാവും. അപ്പോൾ ആ 3 ലോഡ് ആകുമ്പോൾ ഞങ്ങൾക്ക് അത് എടുക്കാൻ പറ്റാതെ വരും. അപ്പോൾ ആ ലോഡ് അവിടെ കിടക്കും. ഈ ആളുകൾ എക്സ്ട്രാ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് അങ്ങനെ ബുദ്ധിമുട്ട് വരുന്നത്. ചില ആളുകളൊക്കെ ചോദിക്കും, ഗ്രാമസഭയിലും ഇവിടെ മെമ്പർമാർക്ക് വിളിച്ചിട്ടുള്ള ചീത്ത പറയലും അങ്ങനെ ഒരുപാട് വിഷയങ്ങളാണ് കണ്ടിട്ട്.
അപ്പോൾ അവർക്ക് കൊണ്ടുപോയിട്ടുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനൊന്നും ഇല്ലല്ലോ, ഇവിടെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ നിരന്തരം ലോഡ് റോഡ് പോകുന്നുണ്ട്. സൈഡിൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ല, ഓൾക്ക് ശല്യം ചെയ്യാത്ത നിലയ്ക്ക് തന്നെയാണ് ഞങ്ങൾ വെക്കുന്നത്. വീടിന്റെ മുന്നും ഒക്കെ പക്ഷെ നമ്മളെ വീട്ടിൽ നല്ല രീതിയിലാണ് തരുന്നത്. പക്ഷെ അവിടെ റോഡ് സൈഡിൽ വെക്കുമ്പോൾ നായ്ക്കള് കുശകളൊക്കെ മാന്തി കീറുന്ന ഒരു അവസ്ഥ കാണും. അപ്പൊ അത് നമ്മൾ അറിയാത്ത കവറുകൾ വേസ്റ്റുകൾ ഉള്ളത് കൊണ്ടായിരിക്കാം അറിയാത്ത വേസ്റ്റ് കവർ അതിൽ വന്നിട്ടാണ് നായ്ക്കൾ കഴിച്ച് പറിക്കും. ഞങ്ങൾ ശരിക്കും അട്ടി വെച്ച ചാക്കിന് ഒരു കേടും നായ്ക്കൾ വരുത്തലില്ല. അപ്പൊ അതിൽ ഈ വേസ്റ്റ് സ്മെല്ലൊക്കെ വരുന്ന ചാക്കുകൾ കൊണ്ടുവന്ന് വെക്കുമ്പോൾ നായ്ക്കൾ കടിച്ച് പറിക്കും. പിന്നെ ഇവിടുന്ന് നിരന്തരം ലോഡുകളൊക്കെ പോകുന്നു, ഇവിടുന്ന് ശരിക്കും പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും നാട്ടിലെല്ലാവരും ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണണം. ഇവിടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആൾക്കാർ ഇതിൽ പങ്കുവച്ചത്. അപ്പോൾ ഇതിൽ പറഞ്ഞതുപോലെ ഹരിത കർമ്മസേന വരുന്നുണ്ടെന്ന് കരുതി നാട്ടിലെ വീട്ടിലുള്ള എല്ലാ വേസ്റ്റുകളും സാധനങ്ങളും അതിൽ ഇടരുത്. അവർ പറഞ്ഞിട്ടുണ്ട് പ്ലാസ്റ്റിക് കവർ കുപ്പിച്ചില്ലൊക്കെ സെപ്പറേറ്റ് തന്നെ വെക്കണം. ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ കാണിച്ചിട്ടുണ്ട് കുപ്പിച്ചില്ലൊക്കെ അറിയാതെ ചോട്ടിട്ട് കാലിലും കയ്യിലൊക്കെ ഉള്ള മുറിവുകളൊക്കെ. അപ്പോൾ അതല്ല പിന്നെ പഞ്ചായത്ത് ഇതിലൊക്കെ അങ്ങനെ പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഹരിത കർമ്മസേന എന്നുള്ള നിലയിൽ ഭരണസമിതി ആകട്ടെ പഞ്ചായത്താവട്ടെ നമ്മൾക്ക് വേണ്ടി ആത്മാർത്ഥമായി വളരെ നല്ല രീതിക്ക് തന്നെ നമ്മോടൊപ്പം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹെൽത്തിലെ HI ആയിക്കോട്ടെ, അതുപോലെ തന്നെ പ്രസിഡന്റ് അടക്കമുള്ള വൈസ് പ്രസിഡന്റ്, ഭരണസമിതി മൊത്തം ഞങ്ങൾക്ക് എന്താണോ അത്യാവശ്യം ആ കാര്യങ്ങളെല്ലാം സാധിച്ചു തരുന്നുണ്ട്. MCF ഇല്ലാത്തൊരവസ്ഥയായിരുന്നു നമുക്ക് ആദ്യം എന്ന സ്ഥാനത്ത് നമുക്ക് പ്രസിഡന്റ് MCFന് ഫണ്ട് വെക്കാൻ പ്രയാസമുള്ള സമയത്ത് ഞങ്ങൾക്ക് ഇതൊക്കെ വ്യവസായ വിപണനമേള എന്നുള്ള ഒരു ഹാളാണ് ഞങ്ങൾക്ക് വിട്ട് തന്നത് ആദ്യം പ്രസിഡന്റ്. എന്നതിന് ശേഷമാണ് പുതിയൊരു MCF ഞങ്ങൾക്ക് വേറെയും ഉണ്ടാക്കി തന്നത്. അത്രത്തോളം ഈ ഒരു മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ വളരെ സപ്പോർട്ടായിട്ടാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് നാട്ടുകാരോട് എന്തെങ്കിലും പറയാനുണ്ടോ? നാട്ടുകാരോട് പറയാനുള്ളത് ഇത് തന്നെയാണ്. നാട്ടുകാരായ അവർക്ക് വളരെ നല്ല രീതിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അവർ ഞങ്ങൾക്ക് സഹകരിക്കണം. ഒരു 50 രൂപ യൂസർ ഫീ തന്ന് ഞങ്ങളെ ശമ്പളത്തെക്കുറിച്ചും അവരൊന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഈ സാധനങ്ങൾ നല്ല രീതിക്ക് മേലോക്കി കയറ്റി വിടുന്ന ഒരു ഇതുണ്ട്. അതും നമ്മളെ പഞ്ചായത്ത് ഫണ്ട് വെച്ചിട്ടാണ് കയറ്റി വിടുന്നത്. അല്ലാതെ വെറുതെ നമ്മളെ വീട്ടിൽ നിന്ന് എടുത്ത വേസ്റ്റ് വെറുതെ കൊണ്ടുപോകുകയല്ല, ഫണ്ട് വെച്ചിട്ടാണ് ഇത് കയറ്റി പോകുന്നത്. പിന്നെ ഈ യൂസർ ഫീ വീട്ടിൽ നിന്നും തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ വർക്ക് വെയിലും കൊണ്ട് വൈകുന്നേരം വരെ നടക്കുന്നൊരു അവസ്ഥയാണ്, എല്ലാവരും കാണുന്നുണ്ടല്ലോ. അപ്പം അതിനുള്ള തുക തികഞ്ഞും ലോഡ് കയറ്റുന്നതിനുള്ള തുക തികഞ്ഞും പോകണമെന്നുണ്ടെങ്കിൽ നാട്ടുകാരെല്ലാവരും ഞങ്ങളോടൊപ്പം വളരെ നല്ല രീതിക്ക് തന്നെ സഹകരിക്കണമെന്നാണ് പറയാനുള്ളത്.